തൊഴുകൈക്കുടം നീട്ടും ആത്മാവിലിത്തിരി ജീവജലം തരുമോ, ജീവജലം തരുമോ? നാമെല്ലാം ജീവിതത്തിൻ്റെ എത്രയെങ്കിലും സന്ദർഭങ്ങളിൽ എത്രയോ തവണ ഒറ്റയ്ക്ക് നിന്ന് സങ്കടത്തോടെ ഇങ്ങനെ യാചിച്ചിട്ടുണ്ടാകും. അഴലിൻ്റെ ദുഃഖത്തിൻ്റെ എത്രയോ പഞ്ചാഗ്നി നടുവിൽ ഈ ഒരു ജീവജലത്തിനായി നാം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ആ യാചനയുടെ, ആ അർത്ഥനയുടെ നിസ്സഹായതയും ദയനീയതയും നമ്മെ കേൾപ്പിച്ചും കാണിച്ചും അനുഭവിപ്പിച്ചും തന്ന മലയാള നാടക ചരിത്രത്തിലെ ഇതിഹാസമായിരുന്നു ഗായികയും അഭിനേത്രിയുമായിരുന്ന KPC സുലോചന. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന പുസ്തകത്തിലെ നായികയുടെ ജീവിതാനുഭവച്ചൂട് എൻ്റെ കൈകളെ പൊള്ളിക്കുകയാണ്. ഗായികയായും അഭിനേതാവായും മലയാള നാടകവേദിയിൽ ഇതിഹാസ തുല്യയായി മാറിയ KPC സുലോചനയുടെ അഭിനയ ജീവിതത്തെയും യഥാർത്ഥ ജീവിതത്തെയും നമ്മുടെ നാടക രാഷ്ട്രീയ ചരിത്രത്തെയും ആവിഷ്കരിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. പ്രമുഖ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ ബൈജു ചന്ദ്രൻ എഴുതിയ ജീവിത നാടകം അരുണാഭം ഒരു കാലം എന്ന പുസ്തകം. ആ പുസ്തകത്തെയും രചയിതാവ് ബൈജു ചന്ദ്രനെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബൈജുചന്ദ്രൻ, സ്വാഗതം. ഈ ഒരു പുസ്തകം എൻ്റെ കൈകളിലിരിക്കുമ്പോൾ എൻ്റെ കൈകൾ പൊള്ളുന്നുവെന്ന് ഞാൻ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല. എനിക്ക് അറിയാം ഈ ഒരു പുസ്തകത്തിൻ്റെ രചനയിലേക്ക് ഏതൊക്കെ തീക്ഷ്ണമായിട്ടുള്ള മാനസിക അനുഭവങ്ങളിലൂടെയൊക്കെയും ഒപ്പം തന്നെ അത്രമേൽ താല്പര്യത്തോടും കൂടിയാണ് താങ്കളുടെ യൗവനം മുതൽ ഈ നിമിഷം വരെയും പോയിട്ടുള്ളത് എന്ന് പല ഘട്ടങ്ങളിലും അടുത്തു നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ ആജീവനാന്തമായ സർക്കാരിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് നേടിയ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള ഒരു പ്രതീകമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ അതിന് സമാന്തരമായിട്ട് അതിനേക്കാൾ മുകളിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്പന്ദിക്കുന്ന ഒരു ഹൃദയവുമായിട്ടാണ് താങ്കൾ കേരളത്തിൻ്റെ നാടക ചരിത്രത്തിലൂടെയും സിനിമയുടെ ചരിത്രത്തിലൂടെയും കലാചരിത്രത്തിലൂടെയും സമാന്തരമായിട്ട് പോയിട്ടുള്ള രാഷ്ട്രീയത്തിലൂടെയും ഒക്കെ പോയിട്ടുള്ളത്, അതിനൊപ്പം നിന്നിട്ടുള്ളത്, അതിൻ്റെ ചരിത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് അറിയാം. ആ അറിവ് കേവലമായിട്ടുള്ള അറിവല്ല, അത് അത്രമേൽ ആത്മാർത്ഥമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം നേടിയ താങ്കളുടെ ജീവിത നാടകം എന്ന് പറയുന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ വായിച്ച് അതിൻ്റെ ആമുഖത്തിലെത്തുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എഴുതിയ അവതാരിക ഞാൻ വായിക്കാതിരുന്നു. എന്നെ അത് സ്വാധീനിക്കരുത് എന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷമാണ് ഞാൻ ആ കുറിപ്പിലേക്ക് എത്തിച്ചേരുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആവേശവും ആശങ്കയും ക്ഷോഭവും ഉത്കണ്ഠയും പ്രതീക്ഷയും നിരാശയും സന്തോഷവും സന്താപവും പതനങ്ങളും ഉയിർത്തെഴുന്നേൽപ്പുകളും നിറഞ്ഞ നാടക മുഹൂർത്തങ്ങൾ അസാധാരണമായിട്ടുള്ള കൃതഹസ്തതയോടെയാണ് താങ്കൾ ഈ പുസ്തകത്തിൽ വരച്ചിട്ടിരിക്കുന്നത് എന്ന്. അവിടെ അടൂർ ഗോപാലകൃഷ്ണൻ ഇത്രയും കാര്യങ്ങൾ, സാധാരണഗതിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ചലച്ചിത്രം നമ്മൾ കാണുകയാണെങ്കിൽ അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. പക്ഷേ അതിനെ ഏതൊക്കെ രീതിയിൽ കൃതഹസ്തതയോടുകൂടിയാണ് അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു പ്രതലത്തിന് മുകളിൽ മറ്റൊന്നായി എടുത്തുചാട്ടമില്ലാതെ അതിന് സമാനമായ രീതിയിൽ ഒരു സംയമിയുടെ ഭാഷയിൽ, അതേ സമയത്ത് അതിലളിതമായ രീതിയിൽ ഏത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഈ പറഞ്ഞ ആവേശവും ആശങ്കയും ക്ഷോഭവും ഉത്കണ്ഠയും പ്രതീക്ഷയും നിരാശയും ഒക്കെ നിറഞ്ഞ സന്താപങ്ങൾ നിറഞ്ഞ പതനങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പുകളുടെയൊക്കെ നാടക മുഹൂർത്തങ്ങളെ അസാധാരണമായിട്ടുള്ള കൃതഹസ്തതയോടെ വരച്ചു ചേർത്തിരിക്കുന്നു എന്നുള്ളത് എൻ്റെ വായനാനുഭവമാണ്. ഈ പുസ്തകം വായിച്ച നിരവധി പേരുടെയും വായനാനുഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ KPC സുലോചന എന്ന് പറയുന്ന ഒരു പ്രതീകാത്മകമായ ഒരു സ്ത്രീത്വത്തെ, അസാധാരണമായ പശ്ചാത്തലമുള്ളൊരു സ്ത്രീത്വത്തെ മുൻനിർത്തിക്കൊണ്ട് അതേസമയം നാടകത്തിൻ്റെയും കേരള രാഷ്ട്രീയത്തിൻ്റെയും ചരിത്രത്തിലൂടെ പോകണം, അങ്ങനെ ഒരു പുസ്തകം എഴുതണമെന്നുള്ള ചിന്ത വരുന്നത്? എനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക്, പുസ്തകത്തെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ദിനേശ്, അറിയാമല്ലോ, എനിക്ക് എപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട, ഒരുപക്ഷെ എന്നെ വളരെ കുട്ടിക്കാലം മുതൽ ആകർഷിച്ച ഒരു കലാരൂപം ഒരുപക്ഷെ സിനിമയേക്കാൾ കൂടുതൽ നാടകമാണ്. അപ്പോ നാടകം എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് മുതൽ കാണാൻ തുടങ്ങി, അതിലെ അഭിനേതാക്കളെ കാണാൻ തുടങ്ങി, അതിന്റെ കഥ, നാടകകൃത്തുക്കളെയും സംവിധായകരെയും ഒക്കെ. എന്റെ അച്ഛൻ ഒരു മാധ്യമപ്രവർത്തനായിരുന്നുണ്ട്. ഞങ്ങളുടെ വീടുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരായിരുന്നു ഇപ്പോൾ ഇതിനകത്ത് നായികയായ KPC സുലോചന ഉൾപ്പെടെയുള്ള ഒട്ടനവധി നാടക പ്രവർത്തകർ. അപ്പോ അങ്ങനെ അവരുടെ ഒരു ജീവിതം ഏതാണ്ട് കുറച്ചൊക്കെ അടുത്തുനിന്ന് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്
ഒരു കൗമാരപ്രായം മുതൽ രാഷ്ട്രീയത്തിലും സജീവമായി ഇടപെട്ടിരുന്നു, വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ. അപ്പോ ഇത് ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട നാടക പ്രസ്ഥാനത്തിന്റെ ചരിത്രം നമ്മളിപ്പോ KPSCയുടെ 75ാം വാർഷികമാണ്, നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ 72, തൊട്ടിൽ പാസിയുടെ 100ാം ജന്മദിനം, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ആ കാലഘട്ടം ഒന്നുകൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോ ആ കാലഘട്ടം കുറച്ചൊക്കെ രേഖപ്പെടുത്തപ്പെട്ടു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടക ചരിത്രം പലപ്പോഴും സംസാരിക്കുന്നതും അത് പുസ്തകത്താളുകളിലൊക്കെ വരുന്നത് ഒരു പ്രത്യേക നാടക എന്താ പറയുക രൂപങ്ങളുടെയോ അല്ലെങ്കിൽ അത്തരം ഒരു സ്കൂൾസിന്റെയോ ഒക്കെ അവതരണമാണ്. അല്ലാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചലനങ്ങൾ ഉണ്ടാക്കിയ ഇടതുപക്ഷ നാടക പ്രസ്ഥാനത്തിന്റെ ചരിത്രം അങ്ങനെ ആരും രേഖപ്പെടുത്താൻ മുതിർന്നിട്ടില്ല. അപ്പൊ അതെന്നെ എപ്പോഴും എനിക്കത് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. സുലോചന നേരത്തെ പറഞ്ഞ മാതിരി വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോ KPSC സുലോചന ബനേഷ് എന്നോട് പറഞ്ഞ മാതിരി ഒരു പ്രതീകാത്മകമായ ഒരു സ്ത്രീത്വത്തിന്റെ ഒരു നാടകത്തിലെ ഒരു സ്ത്രീയുടെ ഒരു മുഖമാണ്. അപ്പോ അവരുടെ ജീവിതത്തിലൂടെ എനിക്ക് ഇടതുപക്ഷ നാടക പ്രസ്ഥാനത്തിന്റെ അതിൽ തൊട്ട് കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിന്റെ ആകെ, പ്രൊഫഷണൽ നാടക പ്രസ്ഥാനം എന്നൊക്കെ വിളിക്കുന്ന ആ നാടക പ്രസ്ഥാനത്തിന്റെ ആകെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം പറയാനുള്ള ഒരു അവസരമായി ഞാൻ അതിനെ കാണുകയായിരുന്നു. അങ്ങനെയാണ് അതിലേക്ക് വന്നത്. അത് എഴുതാനുള്ള ഒരു സാഹചര്യം വന്നു. അതിന് സുലോചനയെ മുൻനിർത്തിക്കൊണ്ടൊരു പുസ്തകം ആലോചിച്ചു. പക്ഷെ എഴുതി വന്നപ്പോൾ അതിങ്ങനെ വളർന്ന് ഒരു വികസിച്ച് എനിക്ക് തന്നെ കയ്യിൽ ഒതുങ്ങാൻ പറ്റാത്ത രീതിയിൽ കുറച്ചുകൂടെ വലുതായി മാറി എന്നുള്ളതാണ് വാസ്തവം. ഇത് ഞാൻ തുടക്കത്തിൽ താങ്കളെയും പുസ്തകത്തെയും പരിചയപ്പെടുത്താൻ വേണ്ടി ആമുഖമായിട്ട് പറഞ്ഞ ആദ്യത്തെ വാക്യം ആ ഗാനത്തിലേതാണ്. അത് അഴലിൻ പഞ്ചാഗ്നി നടുവിൽ എന്നുള്ള വരി ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു പുസ്തകത്തെക്കുറിച്ചാണെന്നും ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വം KPSC സുലോചന ആണ് എന്നും എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളോട് പറഞ്ഞപ്പോൾ, വളരെ ചെറുപ്പക്കാരിയായ ഒരാളോട് പറഞ്ഞപ്പോൾ ആരാണ് KPSC സുലോചന എന്നോട് തിരിച്ചു ചോദിക്കുകയുണ്ടായി. അതേ സമയത്ത് ഈ പാട്ടിലെ വരികൾ ഞാൻ പറഞ്ഞപ്പോൾ അവർ പാടിയ എല്ലാ പാട്ടുകളും അവർക്ക് അറിയുകയും ചെയ്യാം. ഇങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിലാണ്, ഈ ഒരു പുതിയ തലമുറയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പുസ്തകം നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ചരിത്രപരമായ പ്രസക്തി നമ്മൾക്ക് നിഷേധിക്കാനും കഴിയില്ല. പക്ഷേ ഈ പുസ്തകം എഴുതുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധി ഞാൻ ആലോചിക്കുകയാണ്. കാരണം അവിടെ KPSC സുലോചനയെ മാത്രം ഏകപക്ഷീയമായിട്ട് സമീപിച്ചു പോയാൽ തന്നെ ഒരു പുസ്തകം എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ പോലും അവരുടെ ജീവിതത്തിലെ ഭാഗ്യനിർഭാഗ്യങ്ങൾ, പതനങ്ങൾ, ഉയർച്ചകൾ, പ്രതിസന്ധികൾ, അതിനെ തരണം ചെയ്യലുകൾ എന്നിവ മാത്രം വെച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഒരു പുസ്തകം എഴുതാൻ കഴിയും. പക്ഷേ അതിലുപരിയായിട്ട് അവർക്കൊപ്പം രാഷ്ട്രീയ ചരിത്രത്തെ കൊണ്ടുപോകുന്നു, നാടക ചരിത്രം വരുന്നു, അതിൽ നാടക ഗാന ചരിത്രം വരുന്നു, സമാന്തരമായിട്ട് മലയാള സിനിമയുടെ പിറവികൊള്ളൽ വരുന്നു, സ്റ്റുഡിയോകൾ തമ്മിലുള്ള മത്സരങ്ങൾ, ഉദയ സ്റ്റുഡിയോ, മെർലിൻ സ്റ്റുഡിയോ മത്സരങ്ങളൊക്കെ, ഇതിനെല്ലാം ഒന്നിച്ചൊന്നിച്ച് പല ചരടുകളാണെങ്കിലും അതിനെ ഒന്നിപ്പിക്കുന്ന ഒരു ഏകകം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് വേണമല്ലോ. അപ്പോൾ കൃതഹസ്തത എന്ന വാക്ക് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് കൃത്യമാണ്. പക്ഷെ എഴുത്തിൻ്റെ വേളയിൽ എങ്ങനെയാണ് അതിനെ ഒന്നൊന്നായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്? ഇത് വാസ്തവത്തിൽ അതൊരു ബോധപൂർവമായി ചെയ്തതല്ലത്. തീർച്ചയായിട്ടും ഫിക്ഷൻ മാതിരി ബനേഷിനെ പോലെ ഫിക്ഷൻ എഴുതുന്ന ഒരാളിന് അത് വളരെ സർഗാത്മകമായ ഒരു പ്രവൃത്തിയാണ്. കാരണം ബോധപൂർവം അല്ലാതെ വരികൾ കവിതയുടെ രൂപത്തിലും ഇപ്പോൾ നോവലിന്റെ രൂപത്തിലും ഒക്കെ ബനേഷ് അത് ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു നോൺ ഫിക്ഷൻ എഴുതുമ്പോൾ ആലോചിച്ചുറപ്പിച്ച്, പ്രത്യേകിച്ച് ചരിത്രം എഴുതുമ്പോൾ ആലോചിച്ചുറപ്പിച്ച് ഒരു ഗവേഷണ പടുതയോടുകൂടി അതിന്റെ എന്തൊക്കെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച് അങ്ങനെയൊക്കെയാണ് ആ ഒരു ലൈൻ ഓഫ് തോട്ട് ഉണ്ടാവണം. അതല്ലാന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം ഞാൻ KPSC സുലോചനയെ കുറിച്ച് മാത്രം ഒരു ചെറിയ പുസ്തകം എന്നാണ് ഞാൻ ആദ്യം എനിക്ക് ഒരു അസൈൻമെന്റ് പോലെ ഒരു പ്രസിദ്ധീകരണശാല ആവശ്യപ്പെട്ടത്. അത് വാസ്തവത്തിൽ ഞാനപ്പോ ഡൽഹിയിൽ ഞാൻ ജോലിയിൽ ചേർന്ന സമയമാണ്. കൃത്യം ഒരു 11 വർഷമാവുന്നു, 10 വർഷം കഴിഞ്ഞു. അപ്പൊ ആ സമയത്താണ് ഞാൻ ഈ പുസ്തകം എഴുതാൻ തുടങ്ങുന്നത്. അപ്പോ ഞാനത് എഴുതി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതല്ലല്ലോ ഞാൻ എഴുതേണ്ടത് എന്നുള്ളൊരു ചിന്ത വരുന്നത്. കാര്യം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ നാടക പ്രസ്ഥാനത്തെക്കുറിച്ച്, ആ സമിതികളുടെ പ്രവർത്തനത്തെക്കുറിച്ച്, അന്നത്തെ രാഷ്ട്രീയവുമായിട്ട് തൊട്ടുരുമി നിൽക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച്, അതുപോലെ തന്നെ അതിന്റെ സമാന്തരമായി രൂപം കൊണ്ട
വളരെ ബാല്യദശയിലുണ്ടായിരുന്ന അന്നത്തെ സിനിമകളെ കുറിച്ച് ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ചേർന്ന ഒരു ശാഖോപശാഖകളായി വളരുന്ന ഒരു 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 ഇത് അറിയാതെ വന്ന് ചേരുകയായിരുന്നു. അതിനകത്ത് ഒരു കാരണം എനിക്ക് തോന്നുന്നത്, ഞാൻ ബേസിക്കലി ഒരു വിഷ്വൽ മീഡിയ പ്രവർത്തകനാണ്, ഞാൻ ഡോക്യുമെന്ററി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ ഡോക്യുമെന്ററി ചെയ്യുമ്പോഴും ഞാൻ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ, നോൺ ലീനിയർ ആയിട്ടൊക്കെ ഉള്ള ഒരു സ്ട്രക്ചർ എനിക്ക് വളരെ എന്നെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു ഈ വിഷ്വൽ മീഡിയയിൽ. എഴുത്തിലാവുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എനിക്ക് അതിനകത്തൊരു സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് സുലോചനയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് സുലോചനയുടെ കഥ പറയുന്നതിലൂടെ സുലോചനയുടെ പിന്നെ ഒപ്പമുള്ള മനുഷ്യരുടെ കഥ, അതൊക്കെ വളരെ പ്രഗത്ഭരായ മനുഷ്യരാണ്, ആ മനുഷ്യരുടെ കഥ, അതുപോലെ തന്നെ ആ മനുഷ്യർ ചൊരയും നീരും ഒക്കെ കൊടുത്ത് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ കഥ, അങ്ങനെ ആ പ്രസ്ഥാനവുമായി തൊട്ട് ആ പ്രസ്ഥാനത്തിന് ചരിത്രപരമായ പ്രാധാന്യവും പിന്നെ പ്രസക്തിയും ഒക്കെ കൈവന്ന ഒരു ചരിത്രത്തിലെ തന്നെ ചില മുഹൂർത്തങ്ങളുടെ അങ്ങനെ അതങ്ങ് വരികയായിരുന്നു. ഒരു വളരുന്ന രീതിയിലേക്ക് അത് പോവുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിനൊരു ബോധപൂർവമായി ഓരോ അധ്യായമായിട്ടാണ് ഞാൻ എഴുതിയത്. ഓരോ അധ്യായം വന്ന് അഴിമുഖം എന്നുള്ളൊരു പിന്നെ വെബ് പോർട്ടലിന് വേണ്ടിയാണ് എഴുതിയത്. അപ്പൊ ഞാൻ ആദ്യം ഒരു ഡ്രാഫ്റ്റ് എഴുതി അത് ഡൽഹിയിൽ വെച്ച്. പക്ഷെ വളരെ രസകരമായ ഒരു കാര്യം, ഇത് പ്രസിദ്ധീകരിക്കാൻ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണ പിന്നെ ശാലകളല്ല, പിന്നെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും തയ്യാറായില്ല. ഇന്നത്തെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പലതും, എന്റെ ഒരു സുഹൃത്ത്, ഞാൻ പിന്നെ അവരെ ആരെയും നേരിട്ട് അപ്രോച്ച് ചെയ്തില്ല, പക്ഷെ എന്റെ ഒരു സുഹൃത്ത് ഇതാ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, KPSC സുലോചനയാണ്. വളരെ രസകരമായ കൗതുകരമായ കാര്യം, അവരിൽ ഒരാൾക്ക് പോലും KPSC സുലോചനയുടെ കഥയോ നാടക പ്രസ്ഥാനത്തിന്റെ കഥയോ ഒന്നും പ്രസിദ്ധീകരിക്കണമെന്ന് തോന്നിയില്ല. അത് വളരെ അതൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല, അല്ലെങ്കിൽ അത് ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമുള്ള അല്ല എന്ന് പറഞ്ഞ് അവർ കൈയൊഴിയുകയും ചെയ്തു. അപ്പൊ ഞാൻ ആരുമില്ല പ്രസിദ്ധീകരിക്കാൻ എന്നുള്ളൊരു ഇതിൽ വന്ന് ഞാനിത് മാറ്റിവെച്ചു. പക്ഷെ എന്നോട് ഇവർ ആവശ്യപ്പെട്ടു. എന്റെ ഒരു സുഹൃത്ത് ബിനീഷ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് പറഞ്ഞിട്ട്, ഞാനത് മാധ്യമപ്രവർത്തനാണ്, ഞാൻ ഇവർക്ക് വേണ്ടി എഴുതാൻ തുടങ്ങിയപ്പോ അന്ന് കോവിഡ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കപ്പെടുന്നു. ഞാൻ ഓഫീസിൽ പിന്നെ വന്ന് ദൂരദർശനിൽ ഞാൻ മാത്രം, അല്ലെങ്കിൽ കുറച്ച് പേര് മാത്രം ഓഫീസിലുണ്ട്. എനിക്ക് കുറച്ച് സമയം കിട്ടി. അപ്പൊ അങ്ങനെ ഇരുന്നിട്ട് എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ എഴുതി വെച്ച അതുവരെ എഴുതിയ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഞാൻ ആദ്യം മുതൽ അതിന്റെ 1-ാം അധ്യായം മുതൽ എഴുതി തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. അപ്പോഴത്തേക്കും എനിക്ക് ചേർക്കേണ്ടതായ ഒരു വെബ് പോർട്ടലിന് വേണ്ടി എഴുതുമ്പോൾ ഒരു ഗുണം, എനിക്ക് സ്പേസിന്റെ പ്രശ്നമില്ല. അപ്പോ അത് നീണ്ടുപോയി, ഇത്ര പേജായി പോയി, ഇത് പിന്നെ ഇത്ര പേജിൽ ഒതുക്കണം എന്നോട് ആരും ആവശ്യപ്പെടാനുണ്ടായിരുന്നില്ല. മാത്രമല്ല ഞാൻ ഒരുപാട് ധാരാളം പടങ്ങൾ, വളരെ അപൂർവമായ ചിത്രങ്ങൾ ഞാൻ വളരെ കാലം ആയിട്ട് ഇങ്ങനെ സമാഹരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതാണ് വാസ്തവം. അത് പുസ്തക രൂപത്തിൽ വന്ന ഒരു വലിയൊരു പിന്നെ കുറച്ച് സാമാന്യ വലിപ്പമുള്ള ഒരു പുസ്തകമായി പോയി. അതുകൊണ്ട് പ്രസിദ്ധീകരണശാലക്കാർക്ക് തന്നെ, അത് പ്രസിദ്ധീകരിച്ചവർക്ക് തന്നെ ആ പുസ്തകത്തിനോട് വലിയ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. ഇത്രയും വലിയ പുസ്തകം വിറ്റഴിക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടായി കാണും. അപ്പൊ അങ്ങനെ ഒരു ഇതാണ് പിന്നെ എനിക്ക് ആ പുസ്തകത്തിന്റെ പിറവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ച് നേരത്തെ എഴുതിയ ഒരു ഡ്രാഫ്റ്റ് പോലും രണ്ടാമതൊന്ന് മറിച്ചു നോക്കാതെ ഞാൻ പുതുതായിട്ട് എഴുതിയതാണ് ഇപ്പൊ ഈ പുസ്തക രൂപത്തിൽ വരുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ച ധാരാളം ചിത്രങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. ആ ചിത്രങ്ങളാണ് നമ്മൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നേരത്തെ സംസാരിച്ചപ്പോഴും താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി KPSC സുലോചനയെക്കുറിച്ച് എഴുതുമ്പോൾ ഒപ്പം തന്നെ അത്ര തന്നെയോ അതിലുപരിയോ സമാനമായിട്ടുള്ളതോ ആയിട്ടുള്ള പ്രാധാന്യമുള്ള പ്രമുഖർ കൂടി ഉൾപ്പെടുന്നു. പ്രത്യേകിച്ചും KPSC സുലോചന എന്ന് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ KPSCയുടെ ചരിത്രം എന്ന് പറയുന്നത് തോപ്പിൽ ഭാസിയുടെ കൂടി ചരിത്രമാണ്. തോപ്പിൽ ഭാസിയുടെ മാത്രം ചരിത്രമല്ല, തോപ്പിൽ കൃഷ്ണപിള്ളയുടെ ചരിത്രമാണ്, കാമ്പിശ്ശേരിയുടെ ചരിത്രമാണ്, കേശവ പോറ്റിയുടെ ചരിത്രമാണ്, KPSC സുലോചനയുടെയും ചരിത്രമാണ്. അങ്ങനെ ചരിത്രത്തിൻ്റെ പല അടരുകൾ, ആ അടരുകൾക്കൊപ്പം നിൽക്കുന്ന ബൃഹത്തായിട്ടുള്ള ആകാരങ്ങൾ, അത് മലയാള ജീവിതത്തെയും നമ്മളുടെ ഇക്കാലത്തെ ജീവിതത്തെയൊക്കെ മാറ്റിമറിക്കാൻ പോകുന്ന പരിഷ്കരണ സ്വഭാവമുള്ള നാടകങ്ങളിലൂടെ ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളവരുമാണ്. അപ്പോൾ ഈ നാടകങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാമൂഹ്യ പരിഷ്കരണം നടത്തുകയാണ്, വന്ന് കണ്ടോളൂ എന്ന് വിളിച്ച് പറയുന്നവയായിരുന്നില്ല. സാമൂഹ്യ പരിഷ്കരണം നടത്തുകയാണ് എന്ന് തോന്നിപ്പിക്കാതെ സർഗാത്മകമായിട്ട് അത് നടപ്പാക്കിയെടുത്ത നാടകങ്ങളാണ്. പാട്ടവാക്കിയാവട്ടെ, നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാകട്ടെ, ഇത് ഭൂമിയാണ്, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ഇതൊക്കെ ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെ ജീവഗന്ധിയായിട്ടുള്ള നാടകങ്ങൾ ആ വരുന്ന സമയം തന്നെ ഏകദേശം ആ കാലത്തോടൊപ്പം തന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സമകാലിക ചരിത്രത്തിലൊക്കെ നിന്നുകൊണ്ട് അതിനെ ഇടപെടാൻ താങ്കൾക്ക് കഴിഞ്ഞു. പിതാവിനെക്കുറിച്ച് താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, പേര് പറഞ്ഞില്ല, KS ചന്ദ്രൻ. അദ്ദേഹം ആ കാലഘട്ടത്തിലെ മാധ്യമപ്രവർത്തകൻ എന്ന് മാത്രമല്ല, അതിനെ നമ്മുടെ ആ കാലത്തിൻ്റെ ചരിത്രത്തോടും രാഷ്ട്രീയത്തോടും സർഗാത്മകതയോടും ഒപ്പം നിന്നുകൊണ്ട് ഒരു ഭാവുകത്വ പരിണാമം ഉണ്ടാക്കിയവരിൽ
പെടുന്ന ഒരാളുമാണ്. അത്തരമൊരു പിതാവിൻ്റെ ഒപ്പം ബാല്യകാലത്തിൽ നിന്നുകൊണ്ട് അതിനെ സമീപിക്കാൻ കഴിഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നത് സവിശേഷമായിട്ടുള്ളൊരു വ്യക്തിത്വമല്ല. അത് ഒരു പിതൃസ്വരൂപത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ചരിത്രത്തിലൂടെ കുട്ടിക്കാലത്ത് തന്നെ യാത്ര ചെയ്യാൻ കഴിഞ്ഞത് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട് ഇത്തരം ഒരു പുസ്തക രചനയിലേക്ക്? കുട്ടിക്കാലത്ത് ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാര്യം അച്ഛൻ പോകുന്ന പലയിടത്തും കൂടെ പോകുന്ന ഒരു പിന്നെ രീതി ഉണ്ടായിരുന്നത്. ഞങ്ങള് കുട്ടികളെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഞങ്ങള് ചിലപ്പോൾ അത് പോകണം എന്ന് വാശി പിടിച്ചാൽ അത് വേണ്ട എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരുപാട് വളരെ പ്രഗത്ഭരായ മനുഷ്യരെ അച്ഛൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിന്റെ അന്നത്തെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ EMS, AKG, എം എൻ ഗോവിന്ദൻ നായരും ഉൾപ്പെടുന്ന അച്യുതമേനോനും അങ്ങനെ ഒരു വലിയ ഒരു നമ്മൾ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള മനുഷ്യരെ, അപ്പൊ അവരെ അടുത്തു നിന്ന് കാണാനുള്ള അവസരമായിരുന്നു അത്. പിന്നെ എനിക്ക് ആ യാത്രകളിലൂടെയൊക്കെ സംഭവിച്ചു. അപ്പൊ KPSCയുടെ രജത ജൂബിലി, ഇപ്പൊ KPSCയുടെ തന്നെ പിന്നെ 70ാം പിന്നെ ഇതിലേക്ക് വരികയാണ്. എന്താണ് 75ാം വാർഷികമാണ്. ഇപ്പോ ഞാൻ KPSCയുടെ 25ാം വാർഷികം കായംകുളത്ത് നടക്കുമ്പോൾ പോയി അച്ഛനോട് പ്രസംഗം നടത്താൻ കൂടെ പോവുകയൊക്കെ ചെയ്ത് ഓർമ്മയായിരുന്നു. അന്ന് ഇവരെയൊക്കെ നിറ യൗവനത്തോടുകൂടി അല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഒരു മധ്യവയസ്സിന്റെ പ്രായത്തിൽ ഇവരെയൊക്കെ കാണാൻ പറ്റുന്നു. ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ട പിന്നെ ചിത്രീകരിക്കപ്പെട്ട മനുഷ്യരെ അവരൊക്കെ വീട്ടിൽ വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് സംസാരിക്കുന്നത്, ഞാൻ പലപ്പോഴും അച്ഛനോട് സംസാരിക്കുക, എന്റെ അമ്മ നല്ലൊരു പിന്നെ എന്താണ് കലാസ്വാദകയായിരുന്നു. ഒരു പക്ഷേ അച്ഛനേക്കാളും കൂടുതലായിട്ട് അമ്മയാണ് KPSCയുടെ നാടകങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ ഈ സുലോചന ചേച്ചി എന്ന് ഞാൻ വിളിക്കുന്ന സുലോചന വീട്ടിൽ വരികയും എന്റെ കുട്ടിക്കാലത്ത് തന്നെ അവർ പാടുന്ന ഈ നേരത്തെ ബനേഷ് പറഞ്ഞ അഴലിൻ പഞ്ചാഗ്നി നടുവിൽ എന്നുള്ള പാട്ട് ഉൾപ്പെടെയുള്ള പാട്ടുകൾ ധാരാളമായി പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് ഞാനൊരു ദൂരദർശനിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചതിന് ശേഷം ഞാനൊരു 35 വർഷത്തിന് മുമ്പ് പിന്നെ സുലോചന ചേച്ചിയുടെ ഒരു ഡോക്യുമെന്ററി അവരുടെ വീട്ടിൽ പോയി. ഇന്നലെ ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. അവിടെ പോയി ഞാനത് അവരെ കുറിച്ച് ഡോക്യുമെന്ററി എടുത്തപ്പോൾ അവർ ഈ പാട്ടാണ് അവസാനം, ആ ഡോക്യുമെന്ററി അവസാനിക്കുന്നത് ഈ അടലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ എന്നുള്ള വരികളാണ് അവർ പാടി, അതിലാണ് അവസാനിച്ചത്. അപ്പൊ അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ യാത്രകൾ അല്ലെങ്കിൽ അച്ഛൻ പ്രവർത്തിക്കുന്ന ആ പത്ര ഓഫീസിൽ വരുന്ന മനുഷ്യർ, നാടക കാണാൻ പോകുമ്പോൾ ഗ്രീൻ റൂമിൽ പോയി കാണുന്ന മനുഷ്യർ, ഇങ്ങനെ ഈ മനുഷ്യർ അവരെ ഞാൻ ഇങ്ങനെ വളരെ ആരാധനയോടുകൂടിയും ഒക്കെ കാണുകയും അവരുടെ കഥ എന്റെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കിടന്നു. പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ബനേഷൻ ചിലപ്പോൾ ഒരുപക്ഷെ അതായിരിക്കും ഉദ്ദേശിച്ചത്, ഇതിന്റെ റിസർച്ച് ഇതെങ്ങനെയാണ്, ഈ പുസ്തകം റിസർച്ച് ചെയ്തെങ്ങനെയാണ്, ഇതെങ്ങനെയാണ് മെറ്റീരിയൽ കളക്ട് ചെയ്തൊക്കെ പറയേണ്ടത്. ഈ മെറ്റീരിയൽ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഈ നിമിഷം പോലും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ പുസ്തകം എഴുതിയതിന് ശേഷം എനിക്ക് ഈ പുസ്തകത്തിൽ ചേർക്കാൻ ആവശ്യമായ ഒരുപാട് മെറ്റീരിയൽ പിന്നീടും എനിക്ക് കിട്ടി. അപ്പൊ അതൊക്കെ ഇതിനകത്ത് പുസ്തകം ചേർക്കാൻ പറ്റിയില്ലല്ലോ എന്ന പ്രശ്നം ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മളൊരു ചാക്ക് പോലെ എല്ലാം കയറി ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമല്ലല്ലോ. അതുകൊണ്ട് അതിനെ ഒന്ന് വേണ്ടത് മാത്രം എടുക്കുക എന്നുള്ള മാത്രമാണ് ഈ പുസ്തകത്തിലേക്ക് ഞാൻ പിന്നെ ആ ഒരു സമീപനമായിരുന്നു സ്വീകരിച്ചത്. അപ്പൊ ഈ എന്റെ യാത്രയിൽ, എന്റെ മാധ്യമപ്രവർത്തനം എന്നുള്ള യാത്രയിൽ, അതിനു മുമ്പുള്ള ഒരു പരിണാമ ദിശയിലൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാഴ്ചകളും പിന്നെ ഈ പറഞ്ഞ പാട്ടുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളും ഒക്കെ എന്റെ മനസ്സിൽ കിടക്കുകയും അതൊക്കെ ഈ മെറ്റീരിയലായി, റോ മെറ്റീരിയലായി ഈ പുസ്തകത്തിന്റെ രചനാവേളയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. ജീവിത നാടകം എന്ന പുസ്തകമാണ് നമ്മുടെ മുന്നിലുള്ളത്. എഴുത്തുകാരൻ ബൈജു ചന്ദ്രനാണ് ഒപ്പം ഉള്ളത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം, ആ നാടകം നമ്മുടെ മുമ്പിലുണ്ടാക്കിയ മാറ്റങ്ങൾ, ഉണ്ടാക്കിയ ആവേശങ്ങൾ, ആ നാടകം അതിന് സമാന്തരമായിട്ട് പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ്, കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള പ്രതിനാടകം വന്നതിൻ്റെ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ജന്മിയെ കൊണ്ട് ചെങ്കൊടി പിടിപ്പിക്കുന്ന നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകമാവട്ടെ, അതിർത്തികളെല്ലാം വിതയ്ക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സർവേ കല്ല് പോലുള്ള നാടകങ്ങളാവട്ടെ, ഇടത് പാർട്ടികളുടെ പിളർപ്പിൽ മനം നൊന്ത് എഴുതിയിട്ടുള്ള ലയനം പോലുള്ള നാടകങ്ങളാവട്ടെ, രോഗം ഒരു വലിയ കുറ്റമാണോ എന്നുള്ള ചോദ്യമുയർത്തിയിട്ടുള്ള അശ്വമേധം, അല്ലെങ്കിൽ പുതിയ ആകാശം പുതിയ ഭൂമി, ഇങ്ങനെയുള്ള നാടകങ്ങൾ, ആവേശത്തോടു കൂടി കണ്ട നാടകങ്ങളുടെയൊക്കെ ചരിത്രം, ആ നാടകത്തിൻ്റെ പിറവികൾ, ആ നാടകം ഉണ്ടാവുന്നതിൻ്റെ പിറകിലുള്ള അണിയറക്കഥകൾ, സമ്മർദ്ദങ്ങൾ, സംഘർഷങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ വരുന്നുണ്ട്. അതിലേറ്റവും എനിക്ക് ഒരു വൈകാരികമായിട്ടുള്ള മൂർച്ച തോന്നിയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
പിളർപ്പിന് ശേഷമുണ്ടായിട്ടുള്ള ആ പിളർപ്പിന് ശേഷം ആർക്കൊപ്പം നിൽക്കണം എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ അത് KPC സുലോചനയെ സംബന്ധിച്ചാവട്ടെ, അല്ലെങ്കിൽ ദേവരായൻ മാസ്റ്റർ, ONV അവരൊക്കെ അനുസരിക്കാതിരിക്കുന്നൊരവസ്ഥ വരുന്ന, അല്ലെങ്കിൽ ഏതിൽ നിൽക്കണം എന്ന് പറയുന്ന ഒരു സംഘർഷം KPC സുലോചന അനുഭവിക്കുന്ന അടക്കമുള്ള ഭാഗങ്ങൾ വരുന്നുണ്ടല്ലോ. അതൊക്കെ ഈ പുസ്തകത്തിലെ ഏറ്റവും ജീവസുറ്റ താളുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പുസ്തകത്തിൽ നിന്ന് താങ്കൾക്ക് ഈ നിമിഷം വായനക്കാരുടെ മുമ്പിൽ വായിക്കാൻ കഴിയുന്ന 1, 2, 3 ഖണ്ഡികകൾ വായിച്ചാൽ നന്നായിരിക്കും. 2, 3 ഖണ്ഡിക മാത്രം മതിയോ? അങ്ങനെ പിന്നെ ഞാനത് ഉചിതം പോലെ കുറച്ചുകൂടി, അതായത് താങ്കളുടെ ശബ്ദം നല്ലതായതുകൊണ്ടും ഉച്ചാരണ ശുദ്ധി ഉള്ളതുകൊണ്ടും അത് നീണ്ടുപോയാലും യാതൊരു തടസ്സവുമില്ല. അല്ല, നീണ്ടുപോകത്തില്ല. ഞാൻ ഞാനൊരു ഏറ്റവും ഇതായിട്ട് തോന്നുന്ന ഒരു വൈകാരികം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ തുടക്കമായിട്ടുള്ള ഒരു ചെറിയൊരു കുറിപ്പുണ്ടല്ലോ, അത് ഞാൻ ചാപ്റ്റർ തന്നെ അതൊന്ന് വായിക്കാം. അത് സമയം പോകുമെന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷെ നോക്കട്ടെ, അത്രയും ഇല്ലാതെ നോക്കാം. യവനിക ഉയരുമ്പോൾ തെളിയുന്നത് ഒരിടത്തരം ഭവനത്തിന്റെ പൂമുഖമാണ്. ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ഒരുക്കങ്ങളുമായി ഓടി നടക്കുന്ന ബന്ധുമിത്രാദികളും പെണ്ണിന്റെ വരവ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചെറുക്കനും കൂട്ടരുമാണ് രംഗത്ത്. ചായത്തട്ടവുമായി കടന്നു വരുന്ന യുവതിയുടെ ചലനങ്ങളിൽ സഹജമായി കാണേണ്ട ലജ്ജാവിശതയെക്കാളും തന്റെ ഇടവും ആത്മവിശ്വാസവുമാണ് പ്രകടമാകുന്നത്. അതിഥികൾക്ക് ചായ നൽകിയിട്ട് പിറകിലേക്ക് മാറിയുന്ന യുവതിയെ പെണ്ണ് കാണാൻ വന്ന ചെറുപ്പക്കാരൻ എന്തോ കണ്ടുപിടിക്കാൻ സൂക്ഷ്മ പരിശോധന നടത്തുന്നത് പോലെയാണ് നോക്കുന്നത്. അസ്വാഭാവികവും അസാധാരണവുമായ ആ നോട്ടം ചെറുപ്പക്കാരിയിൽ പ്രകടമായ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച ചെറുക്കൻ ഒരു നേരത്തെ ചിരിയോടെ വിശദീകരിച്ചു. ആളുകൾ പറഞ്ഞു വരുത്തിയത് എന്തൊക്കെയാണ്? പെണ്ണിന് മാറാവ്യാധിയാണ്, കുഷ്ഠരോഗമാണ്, അങ്ങനെ എന്തെല്ലാം കള്ളങ്ങളാണ്. ഇത്ര അടുത്ത് കണ്ടപ്പോൾ ബോധ്യമായി കേട്ടതൊക്കെ പച്ചക്കള്ളങ്ങളാണ്. കനത്ത ആഘാതമാണ് ആ വാക്കുകൾ യുവതിയിൽ ഉണ്ടാക്കിയത്. അവൾ മുന്നോട്ടേക്ക് വന്ന് സംശയം വിട്ടുമാറാത്ത മുഖഭാവത്തോടെ മുന്നിലിരിക്കുന്ന മനുഷ്യനോട് കൈകൾ രണ്ടും വിടർത്തി കാണിച്ചുകൊണ്ട് ചോദിച്ചു, ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ, ഈ കൈകളിൽ കുഷ്ഠരോഗത്തിന്റെ ലക്ഷണം എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്റെ മുഖത്ത് രോഗത്തിന്റെ പാടുകൾ വല്ലതുമുണ്ടോ? നല്ലതുപോലെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. തീർത്തും അങ്ങോട്ട് ബോധ്യം വരാത്ത മുഖഭാവത്തോടെ അയാൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. വേണ്ട, എനിക്ക് നിങ്ങളുമായുള്ള വിവാഹം, എനിക്ക് കുഷ്ഠരോഗമില്ലെന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് സമ്മതിച്ചാലും സംശയത്തിന്റെ ഒരു കറ നിങ്ങളുടെ ഉള്ളിലെന്നും ഉണ്ടാകും. അത് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം നശിപ്പിക്കും. ഞാൻ വിവാഹത്തിന് തയ്യാറല്ല. നിങ്ങൾ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉള്ള മറ്റാരെങ്കിലും കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കും. മറിച്ചൊന്നും പറയാൻ കഴിയാതെ സ്തബ്ധനായി തലകുനിച്ചിരിക്കുന്ന ചെറുക്കന്റെയും നടന്നതൊക്കെ കണ്ട് അമ്പരന്നിരിക്കുന്ന ബന്ധുക്കളുടെയും മുന്നിൽ നിന്ന് അതിവേഗത്തിൽ അകത്തേക്ക് പോയ അവൾ സ്വന്തം മുറിയിൽ കയറി വാതിലടച്ചു. അതിനാടകീയത നിറഞ്ഞു നിൽക്കുന്ന ഈ രംഗം അനേകായിരം കാണികളുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഏതെങ്കിലും നാടകത്തിലെയോ സിനിമയിലെയോ അല്ല. അഭിനയവും ജീവിതവും ഈഴവേർ പിരിച്ചെടുക്കാനാക്കാത്ത പോലെ കെട്ടിമണഞ്ഞു കിടക്കുന്ന ഒരു നാടക നടിയുടെ ജീവിതത്തിൽ അരങ്ങേറിയ ഒരു നിർണായക രംഗമായിരുന്നു അത്. ആയുഷ്കാലം മുഴുവൻ അരങ്ങിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വലിയ കലാകാരിയുടെ അഗ്നിശോഭയാർന്ന അനുഭവങ്ങളിൽ നിന്ന് KPSC സുലോചന എന്ന ആസ്വാദ സമൂഹം ഒരുപാട് ഇഷ്ടത്തോടെ വിളിച്ച K സുലോചനയുടെ ജീവിതത്തിൽ നിന്ന് മലയാള നാടകവേദി സകല പ്രതാപങ്ങളോടും കൂടി ആടിത്തമിർത്ത 1960കളുടെ ആരംഭ നാളുകളിലാണ് തോപ്പിൽ പാസിയുടെ അശ്വമേധം അരങ്ങത്ത് വരുന്നത്. അക്കാലത്ത് കേരളത്തിലെ ഒന്നാമത്തെ നാടക സംഘമായിരുന്ന KPSC അവതരിപ്പിച്ച അശ്വമേധത്തിൽ മലയാള നാടകവേദി കണ്ട ഏറ്റവും പ്രതിഭാധനരായ നടീനടന്മാരാണ് അണിനിരുന്നത്. കുഷ്ഠരോഗം എന്ന മഹാവ്യാധിയെ ശാസ്ത്രം കീഴടക്കി. എന്നാൽ കുഷ്ഠരോഗത്തെയും അത് പിടിപെട്ടവരെയും കുറിച്ച് സമൂഹത്തിൽ ആഴത്തിൽ വേരൂർന്നി പടർന്ന് ബന്ധലിച്ച് നിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും അബദ്ധധാരണകൾക്കും എന്താണ് പ്രതിവിധി? അശ്വമേധം ഉയർത്തിക്കട്ടിയ പ്രശ്നം അതായിരുന്നു. യൗവനത്തിന്റെയും പ്രണയത്തിന്റെയും നിറവിൽ വിവാഹ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന്റെ പടിവാതിൽക്കെത്തുമ്പോഴാണ് സരോജം മഹാരോഗത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെടുന്നത്. ആ വിവരം മറച്ചുവെക്കാൻ കൂട്ടാക്കാതെ അവൾ ചികിത്സയ്ക്ക് തയ്യാറാകുന്നു. എന്നാൽ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിമുക്തി നേടിയ ആശുപത്രിയിൽ ആഹ്ലാദത്തോടെ വീട്ടിൽ തിരിച്ചെത്തുന്ന അവളെ ബന്ധുക്കളും കാമുകരും തിരസ്കരിക്കുന്നു. സരോജത്തിന്റെ ആഹ്ലാദവും ആഘാതവും രോഷവും സങ്കടവും എല്ലാം കാണികൾ അവരുടെ ആത്മാവിലേക്ക് ഏറ്റുവാങ്ങി. അവൾ ചിരിച്ചപ്പോൾ അവർ ഒപ്പം ചിരിച്ചു. അവൾ കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞു. നാടകം കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ സരോജത്തിന്റെ ദുരന്തകഥ നൊമ്പരങ്ങൾ നിറച്ചു. എന്നാൽ അപ്പോഴൊന്നും സുലോചന ഒരു സത്യം അറിയുന്നുണ്ടായിരുന്നില്ല. സരോജത്തിനുണ്ടായ ചില ദുരന്താനുഭവങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു തുടങ്ങിയെന്ന്. സരോജം എന്ന വേഷവുമായുള്ള സുലോചനയുടെ പകർനാട്ടത്തെ വെറും അഭിനയമായല്ല ചിലർ കണ്ടത്. യഥാർത്ഥത്തിൽ കുഷ്ഠരോഗിയായ ഒരാൾക്ക് മാത്രമേ ഇത്ര തന്മയത്വത്തോടെ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനാകൂ എന്നവർ അടക്കം പറഞ്ഞു. പതുക്കെ പതുക്കെ അത്തരം അറച്ചിലുകൾ നാടക കൊട്ടയക്കുള്ളിൽ നിന്ന് സമൂഹമധ്യത്തിലേക്ക് പരന്നതും അതിവേഗം പടർന്നതും സുലോചന അറിയാൻ വൈകി. ആയിടയ്ക്കാണ് ആ വിവാഹാലോചന വന്നത്. വിവാഹപ്രായം പിന്നിട്ട് കഴിഞ്ഞെങ്കിലും ഒരു കുടുംബജീവിതത്തിന് തയ്യാറാകാതെ നാടകവുമായി സുലോചന കഴിഞ്ഞത് സ്വന്തം കുടുംബം ഒരു കരപറ്റാൻ വേണ്ടിയായിരുന്നു. കുടുംബം ഒരു വിധത്തിൽ പച്ചപിടിച്ചു തോന്നിയപ്പോൾ എന്നാൽ ഇനി വിവാഹമാകാം എന്ന് മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. പെണ്ണുകാണലിന്റെ പതിവ് ചടങ്ങുകളുടെ ഭാഗമായി അണിഞ്ഞൊരുങ്ങി ചായയും പലഹാരങ്ങളുമായി പൂമുഖത്തേക്ക് എന്ന സുലോചനയ്ക്ക് അധികം താമസിയാതെ എന്തോ പന്തികേട് തോന്നി. ഒളിച്ചു വെച്ച എന്തോ ഒന്ന് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രത അയാളുടെ പെണ്ണുകാണലിൽ ഉണ്ടായിരുന്നു. സുലോചനയുടെ മുഖത്ത് പ്രകടമായ അസ്വസ്ഥത കണ്ടപ്പോൾ അയാൾ സത്യം തുറന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈദ്യുതാഘാതം ഏൽക്കുന്നത് പോലെയാണ് സുലോചനയ്ക്ക് തോന്നിയത്. തുടർന്ന് മുന്നിലിരുന്ന് തന്നെ സാഗൂതം ചൂഴി നോക്കുന്ന ആ മനുഷ്യന്റെ നേർക്ക് അവർ തന്റെ രണ്ട് കൈകളും പരത്തി നീട്ടി കാണിച്ചു. ഇതിന്റെ ഒരു ആമുഖമാണ്. അതാണ് പുസ്തകത്തിന്റെ ഒരു പ്രവേശിക്കുകയാണ്.
അതെ, ഇത് വായിച്ച് കേൾപ്പിച്ചത് വളരെ നന്നായി. കാരണം അത് താങ്കളുടെ തന്നെ ശബ്ദത്തിൽ അതിവേഗത്തിലാണെങ്കിലും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ വായിച്ചപ്പോൾ ഒരു പക്ഷേ ഇതുവരെയും ഈ പുസ്തകത്തിലേക്ക് ശ്രദ്ധ വന്നിട്ടില്ലാത്ത വായനക്കാരെ സംബന്ധിച്ചിട്ട് ഇത് വാങ്ങിക്കേണ്ടതും ഒപ്പം വെക്കേണ്ടതും വീട്ടിലുണ്ടാവേണ്ടതുമായ പുസ്തകം ആണ് എന്നുള്ള ഒരു ബോധ്യം ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മൾ വനിതാ ദിനത്തെക്കുറിച്ച്, അന്താരാഷ്ട്ര വനിതാ ദിനത്തെക്കുറിച്ച് ഓരോ വർഷവും പറയുന്നു. വനിതാ ദിനത്തെക്കുറിച്ചോ അന്താരാഷ്ട്ര വനിതാ ദിനത്തെക്കുറിച്ചോ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചോ ബോധ്യങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന KPC സുലോചനയാണ് ഈ പുസ്തകത്തിൻ്റെ ആഴമുദ്ര. അന്ന് അവർ ഒരു സ്ത്രീയായിട്ട് ഉയർന്നു നിന്ന ആ ഒരു സ്ത്രീത്വത്തിൻ്റെ ബോധ്യം ഈ പുസ്തകത്തിൽ എത്രത്തോളം ഒരു കനലായിട്ട് താങ്കളുടെ എഴുത്തിൻ്റെ വേളയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും നമുക്കൊരു നടനെ കുറിച്ച് എഴുതുമ്പോൾ അയാൾ നേരിട്ടിരുന്ന അന്നത്തെ കാലത്തും ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നേരിട്ടിരുന്ന വെല്ലുവിളികൾ, തടസ്സങ്ങളൊക്കെ താരതമ്യേന ചെറുതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള അങ്ങനല്ല. അവർക്ക് ഒരുപാട് പഴി കേട്ട്, സുലോചന തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പഴി കേട്ടിട്ടുള്ള, ഒരുപാട് അപവാദങ്ങൾ കേട്ടിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ഈ കുഷ്ഠരോഗം പിടിപെട്ടു എന്നുള്ളത് അതിനകത്ത് ഒന്ന് മാത്രമാണ്. അതല്ലാതെ തന്നെ അവരെ കുറിച്ച് പറഞ്ഞു വരുത്തിയ കഥകളൊക്കെ ധാരാളം. പക്ഷെ അവര് അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു എല്ലാ അർത്ഥത്തിലും. അന്ന് നാടകവേദി ഒരുപക്ഷെ മലയാള നാടകം സിനിമയെക്കാളും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട, ആളുകൾ കാണാൻ തടിച്ചുകൂടിയിരുന്ന ഒരു കലാരൂപമായിരുന്നു. അപ്പൊ അതിനകത്തെ ഒരു താരപദവി എന്ന് പറയുന്നത് നിസ്സാരമായിരുന്നില്ല. അന്നത്തെ എല്ലാ അർത്ഥത്തിലും സൂപ്പർ നായികയായിരുന്നു സുലോചന. അപ്പൊ അത്തരം ഒരു നായികയ്ക്ക് സ്വാഭാവികമായും നേരിടേണ്ടി വന്നിട്ടുള്ള അസൂയയും ആ രീതിയിലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അവർ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു അഹങ്കാരം വന്നു, സ്വാഭാവികമായിട്ട് എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള, കുടുംബം എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് കുടുംബമല്ല, അച്ഛനും അമ്മയും. അച്ഛനൊരു കോൺഗ്രസ്സുകാരനായ പഴയ പോലീസുകാരനാണ്. ഇവരെ ഒരു രാഷ്ട്രീയവുമില്ലാതെ പതുക്കെ നാടകത്തിലൂടെ വന്ന് അവസാനമായപ്പോഴത്തേക്കും തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരിയായി മാറിയ ഒരു സ്ത്രീയാണ്. അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയത്തിൻ്റെതായ പ്രശ്നങ്ങൾ, ഈ നാടക സംഘം നേരിട്ട ഒരുപാട് ശാരീരികമായ ഒരു പ്രശ്നങ്ങൾ, ഇതൊക്കെ ആദ്യം ബാധിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വലിയതായ ആഘാതം, അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മളെ അതിന് നേരിടേണ്ടി വരുന്നത് സ്ത്രീയാണ് പുരുഷനേക്കാളും കൂടുതലായിട്ട്. അപ്പൊ അതുകൊണ്ട് സുലോചന അടക്കമുള്ള നടികൾക്കെല്ലാം അത് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും സുലോചന അതിന്റെ മുൻപിൽ വന്ന നായികയായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ സുലോചനയ്ക്കത്. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയുടെ കഥ പറയുമ്പോൾ ഉണ്ടാവുന്ന അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നല്ലോ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ബനേഷ്, ഈ പുസ്തകത്തെക്കുറിച്ച് വിലയിരുത്തിയവരോ, ഈ പുസ്തകത്തിന് പിന്നെ ഒരുപക്ഷെ അവഗണിച്ചവരോ അല്ലെങ്കിൽ അതിനെ നന്നായിട്ട് സ്വീകരിച്ചവരോ ഒരാൾ പോലും ഇതൊരു സ്ത്രീയുടെ കഥ പറയുന്നെന്നോ, ഈ സ്ത്രീയുടെ കഥയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അങ്ങനെ ഒരു പിന്നെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ഇത് കണ്ടിട്ടില്ല എന്നുള്ള എനിക്ക് വളരെ ചില സമയത്തൊക്കെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് നന്നായിട്ടാണെന്ന് പറഞ്ഞ സ്ത്രീകളായ എന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇതുവഴി പരിചയപ്പെട്ട ഒരുപാട് പേരോ ഒക്കെ തന്നെയും ഈ പുസ്തകം വഴി എനിക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ വായിച്ചിട്ട് അവരൊന്നും തന്നെ ഇത് സ്ത്രീയുടെ കഥ പറഞ്ഞു എന്നുള്ള രീതിയിൽ കണ്ടില്ല എന്നുള്ള എനിക്ക് ചിലപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ബനേഷ് അത് ചോദിച്ചു എന്നുള്ള എനിക്ക് വളരെ പ്രസക്തമായിട്ട് തോന്നുന്നു. ഇതിലെ പ്രവേശികയിൽ സൂചിപ്പിച്ചത് അടക്കമുള്ള പല സന്ദർഭങ്ങളും സർഗാത്മകമായിട്ട് അതിനെ ഒതുക്കി സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീപക്ഷ സിനിമ അത് ഒരേ സമയം മലയാള നാടകവേദിയുടെയും കേരളത്തിൻ്റെ കഴിഞ്ഞു പോയ രാഷ്ട്രീയ കാലത്തിൻ്റെയും ചരിത്ര സാക്ഷാത്കാരമാവുന്ന ഒരു സിനിമയുടെ ഒരു സാധ്യതയൊക്കെ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നില്ലേ? അതിനകത്തൊരു ഞാനൊരു വിഷ്വൽ മീഡിയ പ്രവർത്തനമായിട്ട് ഞാൻ എഴുതുന്നതിനൊരു വിഷ്വൽ സ്വഭാവം ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പലപ്പോഴും വായിക്കുന്നവര് ഈ പുസ്തകത്തിനെ കുറിച്ച് മാത്രമല്ല, എഴുതിയ വേറെ ചില കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു വിഷ്വലായിട്ടാണ് ഇത് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വേണമെങ്കിൽ ഒരു നല്ല ഒരു സിനിമ ചെയ്യാനോ ഒരു നാടകമായി തന്നെ ഇത് വേണമെങ്കിൽ അരങ്ങത്ത് കൊണ്ടുവരാനോ ഒക്കെ പറ്റുന്ന ഒരു എന്റേതായ കോൺട്രിബ്യൂഷനേക്കാളും കൂടുതലായിട്ട് ആ വ്യക്തി, ഇതിനകത്തെ കഥാനായികയുടെ ജീവിതത്തിലെ നാടകീയ സന്ദർഭങ്ങൾ അത്രയധികം വലിയൊരു സാധ്യത തുറന്നു വെക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ ബനേഷ് പറഞ്ഞ കാര്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ബനേഷിന്റെ സഹപ്രവർത്തകരുടെ കാര്യം പറഞ്ഞു, അത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. സുലോചന ആരാ, സുലോചനയുടെ പാട്ട് എവിടെയുണ്ട്, പക്ഷെ സുലോചന ആരാണെന്നും ആളുകൾ അറിയുന്നില്ല. അത് സുലോചനയുടെ കൂടെയുള്ള സ്ത്രീ അല്ലാത്ത ആളുകൾ, KS ജോർജിന്റെ പാട്ടുകളും, KS ജോർജ് ആരാണെന്ന് അറിയില്ല, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇല്ലിമുളം കാടുകളിൽ ലല്ലലെല്ലാം പാടി വരും എന്നുള്ള പാട്ടറിയാം. ഇത് പണ്ട് ഞാൻ ശാന്താ പി നായർ എന്ന് പറയുന്ന അനുഗ്രഹീത ഗായികയെ കുറിച്ച് ഡോക്യുമെന്ററി ദൂരദർശന് വേണ്ടി ചെയ്തു. ആ ഡോക്യുമെന്ററി പലയിടത്തും കാണിച്ചപ്പോഴാണ് ഇങ്ങനൊരു പാട്ടുകാരി ഉണ്ടായിരുന്നു. ഇത് 20 വർഷം മുമ്പുള്ള കഥയാണ്. ഇന്നിങ്ങനൊരു പാട്ടുകാരി ഉണ്ടായിരുന്നില്ലേ, ഞങ്ങൾക്ക് ഈ പാട്ടറിയാം പക്ഷെ ഈ പാട്ടുകാരി അറിയില്ല എന്ന്
അന്നത്തെ കുട്ടികൾ, ഇന്നത്തെ മധ്യവയസ്കരായ അന്നത്തെ 20-കാർ പറഞ്ഞു. അപ്പോ ഇത് നാളെ യേശുദാസിനും സംഭവിച്ചുകൂടായില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യേശുദാസിന്റെ പാട്ടുകൾ മാത്രം നിലനിൽക്കുകയും യേശുദാസ് എന്നുള്ള വ്യക്തി മറക്കപ്പെടുകയും ചെയ്യും എന്നുള്ളത് ഒരു കാലത്തിന്റെ ഒരു എന്തോ ഒരു വല്ലാത്തൊരു ഇതാണ്. അപ്പൊ അത് നമുക്ക് അവരെ വാസ്തവത്തിൽ ഈ പുസ്തകം ഞാൻ എഴുതിയത് അങ്ങനെയുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ തലമുറ ഇത് വായിച്ചിട്ട് ഇങ്ങനെ ചില വ്യക്തികൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇങ്ങനെയും നാടകങ്ങൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ രാഷ്ട്രീയം ചരിത്രത്തിൽ ചില മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാനുള്ള ഒരു ഇതാണ് എനിക്ക് വാസ്തവത്തിൽ. അങ്ങനെ ഒരു രീതിയിലാണ് ഈ ചരിത്രം എഴുതാൻ എനിക്ക് എന്റെ പ്രേരണ അതായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതെ, ആ രീതിയിൽ താങ്കൾ ആരെയാണോ മനസ്സിൽ കണ്ടിട്ടുള്ളത് ആ വായനക്കാരിലേക്ക് കൂടി വിപുലമായ രീതിയിൽ ഈ പുസ്തകം എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ മാതൃഭൂമി ബുക്സാണ്. 699 രൂപയാണ് വില. അത് പക്ഷേ ഇപ്പോൾ അതിന് ഡിസ്കൗണ്ട് അടക്കമുള്ള വിലകളും ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പ്രസാധകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ജീവിത നാടകം എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജീവിതം എന്ന് പറയുന്നതും ഈ ഭൂമി എന്ന് പറയുന്നതും വലിയൊരു നാടകവും അതിൻ്റെ അരങ്ങുമാണ്, അതിലെ കഥാപാത്രങ്ങളാണ് നമ്മൾ എന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമ്മെ തിരിച്ചറിയിപ്പിക്കുകയും അതിൻ്റെ സംഘർഷങ്ങളിലൂടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെയും നാടക ചരിത്രത്തെയും ഒരു സ്ത്രീയുടെ പ്രതിരൂപത്തിൽ നിന്നുകൊണ്ടും പ്രതിബിംബത്തിൽ നിന്നുകൊണ്ടും ആവിഷ്കരിക്കുന്ന പുസ്തകമാണ് ശ്രീ ബൈജുചന്ദ്രൻ്റെ ജീവിതനാടകം. ഈ നിമിഷങ്ങളിൽ ആ പുസ്തകവുമായി വന്ന് നമ്മോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി, സന്തോഷം.